we have a problem. Write 1 0 ordered pair 1 0 as a linear combination of ordered pair 1 1 and ordered pair 1 minus 1 2. അതായത് നമുക്ക് ഈ 1 0 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ആ ഒരു എലമെന്റിനെ 1 1 മൈനസ് 1 2 ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ. എന്താ ഈ ലീനിയർ കോമ്പിനേഷൻ? സം a into 1 1 പ്ലസ് b into മൈനസ് 1 2. അതായത് 1 0 എന്ന് പറയുന്നതിന് സംതിങ് സം a into 1 1 പ്ലസ് ബി ഇൻറ്റു മൈനസ് 1 2 എന്ന് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എയുടെയും ബിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യലാണ് ഉദ്ദേശം. ഓക്കെ, സംതിങ് ഇൻറ്റു 1 1 പ്ലസ് സംതിങ് ഇൻറ്റു മൈനസ് 1 2 വിച്ച് ഇസ് ഈക്വൽ ടു 1 0. വി ഹാവ് ടു ഫൈൻഡ് എ ആൻഡ് ബി. സോ ആദ്യം ഇങ്ങനെ എ ഇൻറ്റു എന്ന് എഴുതി നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാലോ. എ ഇൻറ്റു 1 എന്താ എ എ അല്ല, ഇതെങ്ങനെ എഴുതാം എ എ പ്ലസ് ഇതിനെങ്ങനെ എഴുതാം മൈനസ് ബി 2b അല്ലെ, ഈ ബി അകത്തോട്ട് കൊടുക്കുമ്പോൾ മൈനസ് ബി 2b. ഇനി ഇതൊന്ന് ആഡ് ചെയ്യുമ്പോൾ എ മൈനസ് ബി അല്ലെ, എ മൈനസ് ബി. അടുത്തത് എ പ്ലസ് 2b. അപ്പൊ എ മൈനസ് ബി എ പ്ലസ് 2b കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യുക. R2 നോർമൽ ആയിട്ടുള്ള വെക്ടർ അഡീഷൻ ആണത്. R2 ജനറൽ വെക്ടർ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും. അപ്പൊ അവിടെ എങ്ങനെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ വരാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ടേമിലേക്കും ആ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആവുക. അതേപോലെ അവിടെയുള്ള അഡീഷൻ എന്താ, കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യുക. അപ്പൊ എന്താവും മൈനസ് എ മൈനസ് ബി എ പ്ലസ് 2b ഈക്വൽ ടു 1 0. അപ്പം രണ്ട് ഓർഡേർഡ് പേഴ്സ് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ അവരുടെ കോർഡിനേറ്റ്സ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. സോ എ മൈനസ് ബി ഈക്വൽ ടു 1 എ പ്ലസ് 2b ഈക്വൽ ടു 0. a മൈനസ് ബി ഈക്വൽ ടു 1 എ പ്ലസ് 2b ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ നമുക്ക് എന്താ കിട്ടുക, സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ, ഇപ്പൊ നോക്കി ഈ ഇക്വേഷനിൽ നിന്ന് എന്താ കിട്ടുക, രണ്ടും കൂടി സോൾവ് ചെയ്യുക. അതായത് എ മൈനസ് ബി, എക്ക് ഞാൻ അല്ലെങ്കിൽ 1 പ്ലസ് ബി എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. എ ഈക്വൽ ടു 1 പ്ലസ് ബി, ശരിയല്ലേ? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എ മൈനസ് ബി 1 ആണെങ്കിൽ എനെ 1 പ്ലസ് ബി എന്ന് എഴുതാം. ആ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കുക. അപ്പൊ എന്താവും 1 പ്ലസ് ബി പ്ലസ് 2b ഈക്വൽ ടു 0. അതായത് 1 പ്ലസ് 3b ഈക്വൽ ടു 0. അതായത് b ഈക്വൽ ടു 1, ഇപ്പോൾ 3b ഈക്വൽ ടു മൈനസ് 1 അല്ലെങ്കിൽ b ഈക്വൽ ടു മൈനസ് 1/3. ബിയുടെ വാല്യൂ കിട്ടിയില്ലേ? ആ ബിയുടെ വാല്യൂ ഇവിടെ കൊടുക്കാം. ബിയുടെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്ത് കിട്ടും, 1 പ്ലസ് മൈനസ് 1/3. 1 മൈനസ് 1/3 is 2/3. അപ്പൊ എയുടെ വാല്യൂ 2/3 എന്ന് കിട്ടി, ബിയുടെ വാല്യൂ മൈനസ് 1/3. അങ്ങനെ സോൾവ് ചെയ്യും. ഇവിടെ ഡയറക്ട്ലി സോൾവ് ചെയ്യുന്നു എന്ന് എഴുതിയിട്ടേ ഉള്ളൂ. എ ഈക്വൽ ടു 2/3 ബി ഈക്വൽ ടു മൈനസ് 1/3. അപ്പൊ നമ്മൾ എങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതിയ 1 0നെ 2/3 എയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പൊ എ ഇൻറ്റു 2/3 ഇൻറ്റു 1 1 പ്ലസ് മൈനസ് 1/3 ഇൻറ്റു മൈനസ് 1 2 നമുക്ക് ചെയ്ത് നോക്കി ഈ 1 0 കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഒരു എലമെന്റിനെ വേറെ രണ്ട് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ആ കോഎഫിഷ്യന്റ് കിട്ടണമെന്നില്ല. അപ്പൊ എ ബി എന്ന് കൊടുക്കുക, കറസ്പോണ്ടിങ് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എയും ബി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആ പ്രോബ്ലംസ് അങ്ങനെ സോൾവ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നു, ചെക്ക് വെദർ ദ വെക്ടേഴ്സ് ക്യാൻ ബി റിട്ടേൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ്. നോക്കൂ, ഈ 2 - 5 3നെ ഈ 3 വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം, ഈ 2 - 5 3നെ സം എ ഇൻറ്റു ഫസ്റ്റ്, ബി ഇൻറ്റു 2 ഇത്, ദെൻ സി ഇൻറ്റു അടുത്തത്. അങ്ങനെ എഴുതാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ഇത് ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ചെക്ക് വെദർ എന്നാണ് ഇവിടെ റൈറ്റ് എന്ന് ഡയറക്ട്ലി പറഞ്ഞു, എഴുതൂ എന്ന് പറഞ്ഞു. ഇവിടെ എന്താ ചെക്ക് ചെയ്യാൻ, എഴുതാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ എഴുതി വരുമ്പോൾ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ കിട്ടുക, അതായത് വാല്യൂസ് തമ്മിൽ മാച്ച് ആവാത്ത എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യം എഴുതാൻ പറ്റുമെന്ന് എടുത്തിട്ട് എഴുതി നോക്കുക. സോ ഇത് എഴുതുന്നത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, എ ഇൻറ്റു 1 1 എ പ്ലസ് 2b പ്ലസ് സി. അപ്പൊ എ പ്ലസ് 2b പ്ലസ് സി. അടുത്തത് മൈനസ് 3a മൈനസ് 4b മൈനസ് 5c, ശരിയല്ലേ? അങ്ങനെ ഓരോ ടേം ബൈ ടേം ആയിട്ട് ആഡ് ചെയ്ത് ഓരോന്നും ഉള്ളിലേക്ക് കൊടുത്ത് പിന്നെ ആഡ് ചെയ്ത പൊസിഷൻ ആണ് കേട്ടോ. ചെയ്ത് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ, ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുക. ഇവിടുത്തെ ഫസ്റ്റ് കോർഡിനേറ്റ് എ പ്ലസ് 2b പ്ലസ് സി, ഇവിടുത്തെ ഫസ്റ്റ് കോർഡിനേറ്റ് 2. അപ്പം എ പ്ലസ് 2b പ്ലസ് സി ഈക്വൽ ടു 2g. അതായത് മൈനസ് 3a മൈനസ് 4b മൈനസ് 5c ഈക്വൽ ടു മൈനസ് 5. അതേപോലെ തേർഡ് 2a മൈനസ് b പ്ലസ് 7c ഈക്വൽ ടു 3. ഇത്തരത്തിൽ ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലെ? ഇക്വേറ്റ് ചെയ്ത് ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആ എ ബി സിയുടെ വാല്യൂ കണ്ടുപിടിക്കലാണ് ചോദ്യം. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ആദ്യത്തെയും മൂന്നാമത്തെയും ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് മാക്സിമം ഇത് എങ്ങനെ സോൾവ് ചെയ്ത് എ ബി സി കണ്ടുപിടിക്കുക വേണ്ടു. അപ്പൊ എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എ ബി സി സോൾവ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്, ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഒരു ടേം ക്യാൻസൽ ആയിട്ട് പോകും. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കും. ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പൊ 3a ഇത് 6b
അല്ലെ 6b ആവും, ഇത് 3c ആവും. അപ്പൊ ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3a ക്യാൻസൽ ആവില്ല. അങ്ങനെ ക്യാൻസൽ ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പൊ ബിയും സിയും മാത്രമുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഏതാ അത്? 2b - 2c = 1. അല്ലെങ്കിൽ 2 കോമൺ എടുത്താൽ b - c = 1/2. ബിയും സിയും ഉള്ള ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? അതേപോലെ ഈ ഒന്നാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മാറ്റാം. എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുമായിട്ട് ആഡ് ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറയുമ്പോൾ 2a + 4b + 2c എന്നാവും. എന്നിട്ട് ഇതുമായിട്ട് ആഡ് ചെയ്യാം, മൂന്നാമത്തേട്ട് ആഡ് ചെയ്യാം. അപ്പൊ എന്താ? ഈ 2a - 2a ക്യാൻസൽ ആവും, സബ്ട്രാക്ട് ചെയ്താൽ മതി. 2a ക്യാൻസൽ ആവും, സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കി കിട്ടുന്നത് ഇങ്ങനെ -5b + 5c = -1. അപ്പോഴും b - c ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? b - c 1/2 b - c 1/5. അത് പോസിബിൾ ആണോ എവിടെയെങ്കിലും? അതായത് രണ്ട് എലമെന്റ് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഒരു യുണീക്ക് വാല്യൂ അല്ലേ കിട്ടും. ഇപ്പൊ 1 - 2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1 കിട്ടും -1 കിട്ടുമോ? ഒന്നില്ലെങ്കിൽ ഇതല്ലേ 1 അല്ലേ ആൻസർ. ഒരു സബ്ട്രാക്ഷൻ ചെയ്ത ആൻസർ യുണീക്ക് ആയിരിക്കും. അതായത് രണ്ട് വ്യത്യസ്തം ആൻസർ കിട്ടില്ല. ഇപ്പൊ നമുക്ക് b - c യുടെ വാല്യൂ, ഇതൊരു കോൺട്രഡിക്ഷൻ എത്തിക്കാൻ പറഞ്ഞില്ലേ? അതായത് ഇങ്ങനെ ഒന്നും കിട്ടില്ല എന്ന് കാണിച്ചാലും മതി. കിട്ടുമെന്ന് കാണിക്കാൻ a b c യുടെ വാല്യൂ കണ്ടുപിടിക്കുക. കിട്ടില്ല എന്ന് കാണിക്കാൻ എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ എത്തിയാൽ മതി. നമുക്ക് ഇവിടെ b - യുടെ വാല്യൂ 1/2 കിട്ടി, ഇവിടെ b - യുടെ വാല്യൂ 1/5. രണ്ടും പോസിബിൾ ആണോ? b - c ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ബിയും സിയും ഒക്കെ യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് ആയതുകൊണ്ട് ഈ സബ്ട്രാക്ട് ചെയ്തതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും. അപ്പൊ രണ്ടും കിട്ടുന്നത് പോസിബിൾ അല്ല. ഓക്കെ അല്ലേ? അതായത് ഈ 2 - 5 3 ഇത്തരത്തിലൊരു ഈ ഒരു 3 എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റില്ല. cannot be written as a linear combination of these 3 vectors. ക്ലിയർ? നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിപെൻഡൻസ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ കേസുകളിൽ എന്താണ് ഈ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് നോക്കാം. ഈ ലീനിയർ കോമ്പിനേഷൻ വെച്ചിട്ട് തന്നെയാണ് അതും പറയുന്നത്. ഇപ്പൊ ഒരു സെറ്റ് ഉണ്ട്, x1 x2 etc x എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു വെക്ടർ സ്പേസിൽ കുറച്ച് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അവരുടെ ലീനിയർ കോമ്പിനേഷൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. വെറുതെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ പോരാ, അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഒരു ലീനിയർ കോമ്പിനേഷൻ പറയാൻ പറഞ്ഞാൽ എന്താ പറയാ? സം α1 x1 ഇത്രയും എലമെന്റ്സ് അല്ലേ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻസ്. അപ്പോൾ നമ്മൾ α1 α2 α n ഫീൽഡ് എന്ന് ചൂസ് ചെയ്തിട്ട് α1 x1 + α2 x2 + etc + αn xn = 0. ഇതൊരു ലീനിയർ കോമ്പിനേഷൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൽ ഓരോ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ കോഎഫിഷ്യൻസ് എല്ലാം 0 ആയിട്ട് പോയാൽ, ഈ കോഎഫിഷ്യൻസ് എല്ലാം 0 ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ x1 x2 xn എല്ലാവരും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ 0 ആയിട്ട് ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് എല്ലാ കോഎഫിഷ്യന്റും 0 കിട്ടിക്കഴിഞ്ഞാൽ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെന്ന് പറയാം. അതിനെ LI എന്ന് എഴുതാം, ലീനിയർലി ഇൻഡിപെൻഡന്റ് ഷോർട്ട് ആക്കി LI എന്ന് എഴുതാം. ഇനി ചിലപ്പോൾ LI എന്നേ കണ്ടു എന്ന് വരുള്ളൂ. ഓക്കെ, ഇനി അത് തിരിച്ച് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആൽഫ ഈ നോൺ 0 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. എല്ലാം 0 ആവാതെ ഏതെങ്കിലും ഒന്നെങ്കിലും 0 അല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം? ഈ x1 x2 etc xn ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടോ? കാര്യം മനസ്സിലായോ? അതായത് നമ്മൾ എടുക്കുന്ന ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന കോഎഫിഷ്യൻസ് എല്ലാം 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ്, കോഎഫിഷ്യൻസ് ഏതെങ്കിലും നോൺ 0 ആണെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റ്. ഓക്കെ, അതിനും കാര്യങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് നോക്കൂ. 1001 എസ് എന്ന് പറയുന്നത് 1001. ഇവിടെ ഏതിന്റെ? R2ന്റെ ആണ്. R2 ഒരു സബ്സെറ്റ്. ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്യാം? α1 × this + α2 × 0 1 0 ടിക്കറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? α1 0 കിട്ടണം, α2 0 കിട്ടണം. രണ്ട് 0 കിട്ടിയാൽ എന്താന്ന് പറയാം? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എനിക്ക് ഇതൊന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ α1 0 എന്ന് കിട്ടും. ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ 0 α2 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ α1 α2 അല്ലേ? α1 α2 എന്നാ കിട്ടിയത്. അത് 0 ഇവിടെ വെറും 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു ഓർഡേഡ് പെയർ അല്ലേ? അപ്പൊ റൈറ്റ് സൈഡിൽ വെറും നമ്പർ 0 എഴുതാൻ പറ്റില്ല. അത് എങ്ങനെ എഴുതാം? 0 0 എന്ന് എഴുതാം. ഒരു ഓർഡേഡ് പെയർ ഒരു നമ്പറിനോട് ഒരിക്കലും ഈക്വൽ ആവില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും എഴുതാൻ പറ്റുമോ? ഇല്ല, ഇതൊരു ഓർഡേഡ് പെയറിനോടെ ഈക്വൽ ആവുള്ളൂ. ഇത്തരത്തിലൊരു ഓർഡേഡ് പെയറിനോട് ഈക്വൽ ആവുള്ളൂ. ഇപ്പൊ 0 എന്ന് വെറുതെ എഴുതുന്നതിന് പകരം നമ്മൾ ഓർഡേഡ് പെയർ 0 0 എന്ന് എഴുതും. അപ്പൊ അതിന്റെ മീനിങ് എന്താ? α1 0 α2 0. അതായത് ഒരു ലീനിയർ കോമ്പിനേഷൻ എഴുതി 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തപ്പോ കോഎഫിഷ്യന്റ് എല്ലാം 0 ആയിട്ട് പോയി. വിച്ച് മീൻസ് ഈ സെറ്റ് എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് നോൺ 0 ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ലീനിയർലി ഡിപെൻഡന്റ് സെറ്റ് ആണെന്ന് പറയാം. ഇപ്പൊ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അടുത്ത എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന Rnലെ ജനറൽ കേസ്. Rnലെ നമ്മൾ എടുത്തില്ലേ? ഏതാത്? ജനറൽ വെക്ടേഴ്സ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ ബേസ് എലമെന്റ്സ് എന്നൊക്കെ പറയും. E1 E2 etc En. എങ്ങനെയാ? E1 എങ്ങനെയാ? ഫസ്റ്റ് എലമെന്റ് 1 ബാക്കി എല്ലാം 0. n ടുപ്പിളിന്റെ കളക്ഷൻ. E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ് 1 ബാക്കി എല്ലാവരും 0. അത്തരത്തിൽ n എലമെന്റ്സ് En ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. കാരണം ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ കൺസിഡർ ചെയ്യാം. നോക്കിയേ, α1 E1 + etc + αn En 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം.
അപ്പൊ E1 എന്ന് വെച്ചാൽ എന്താ അവിടെ എടുത്ത് എഴുതി, E1 എക്സ്പാൻഡ് ചെയ്ത്, E1ന്റെ വാല്യൂ ഇതല്ലേ ഫസ്റ്റ് 1, ബാക്കി എല്ലാവരും 0, അങ്ങനെ E1 E2 ഒക്കെ എടുത്ത് എഴുതി ഈക്വൽ ടു 0 0 0. വെറും 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു ഓർഡർ n ടപ്പിൾ, അപ്പൊ n ടപ്പിൾ തന്നെ റൈറ്റ് സൈഡിലും വരണം. സോ ഒരു ഓർഡർ n ടപ്പിൾ 0 എഴുതി. അപ്പൊ എന്താ മീനിങ്, എന്താ ആഡ് ഇത് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക, α1 α2 എക്സെട്ര α n. ഇവിടെ എന്താ കിട്ടുക 0 0 0. ഇക്വേറ്റ് ചെയ്യുമ്പോൾ α1 0, α2 0, ആൽഫ എൻ എക്സെട്ര ആൽഫ എൻ 0. അതായത് എല്ലാ കോഎഫിഷ്യന്റും 0 ആയിട്ട് പോയി. അതായത് നമ്മുടെ ഗിവൺ സെറ്റ് E1 E2 എക്സെട്ര എന്ന് പറഞ്ഞാൽ സെറ്റ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെന്ന് മനസ്സിലാവും. ക്ലിയർ? അടുത്ത വി ഹാവ് എ പ്രോബ്ലം. നോക്കിയേ, സെറ്റ് 2 6 -4 3 9 -6 ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് കാണിച്ചു കൊടുക്കാൻ. ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് കാണിച്ചു കൊടുക്കാൻ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് മറ്റേതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് കാണിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ സം a ഇൻറ്റു ഈ ഫസ്റ്റ് ടേം പ്ലസ് ബി ഇൻറ്റു സെക്കൻഡ് ടേം സംതിങ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയോ ബിയോ 0 അല്ലാതെ, ഇപ്പൊ α1 α2 എന്തോ ആയിക്കോട്ടെ, എയോ ബിയോ ഇപ്പൊ α2 എന്നാണെങ്കിൽ α1 α2 0 അല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, 0 അല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോമ്പിനേഷൻ എന്താണ്, അല്ലെങ്കിൽ ആ രണ്ട് എലമെന്റ്സ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്നാ കാണിക്കണ്ടേ, ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് കാണിക്കണ്ടേ. അപ്പൊ നമ്മൾ എന്താ അത് കോമ്പിനേഷൻ എടുത്തു, a ഇൻറ്റു ഫസ്റ്റ് എലമെന്റ് പ്ലസ് ബി ഇൻറ്റു സെക്കൻഡ് എലമെന്റ് 0 ഇക്വേറ്റ് ചെയ്തു. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു, ഉള്ളിലോട്ട് a ഇൻറ്റു 2a പ്ലസ് 3b അല്ലെ, അടുത്ത 6a പ്ലസ് 9b, അടുത്തത് -4a -6b -4a -6b, അതാണ് 0 0 0 ഇക്വേറ്റ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു ഓർഡർ ട്രിപ്ലറ്റ് അല്ലെ, അപ്പൊ റൈറ്റ് സൈഡ് നമ്മൾ വെറും 0 എന്ന് എഴുതില്ല, ഓർഡർ ട്രിപ്ലറ്റ് ഒക്കെ എഴുതും. അപ്പൊ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് 3a പ്ലസ് 2a പ്ലസ് 3b 0, 6a പ്ലസ് 9b 0, -4a -6b 0. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, a ഈക്വൽ ടു -3/2b -3/2b. അതായത് ബിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് എയുടെ വാല്യൂ മാറും. ഇപ്പൊ b1 ആണെങ്കിൽ a -3/2 ആയിരിക്കും. അങ്ങനെ നമുക്കിത് 0 ആണെന്ന് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അവിടെ ഇൻഫിനിറ്റ്ലി മെനി നോൺ സീറോ എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്ക് എനിക്ക് ബിക്ക് ഒരുപാട് വാല്യൂസ് കൊടുക്കാം, അതിന് കറസ്പോണ്ടിങ് 0 അല്ലാത്ത ഒരുപാട് a വാല്യൂസും കിട്ടും. അത് എയും ബിയും നോൺ സീറോ ആയിട്ട് കുറെ അവിടെ ഈ ലീനിയർ കോമ്പിനേഷൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എയും ബിയും എപ്പോഴും 0 ആണ് നിർബന്ധമല്ല, എയും ബിയും നോൺ സീറോ ആയിട്ട് 0 ആവാം, 0 അല്ലാത്ത ഒരുപാട് കേസ് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ എക്കും ബിക്കും ബി 1 കൊടുത്തു വിചാരിക്കുക, ബി 1 കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ -3/2, അപ്പൊ എയുടെ വാല്യൂ -3/2, ബിയുടെ വാല്യൂ 1, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് 0 കിട്ടും. അടുത്ത വാല്യൂ ഞാൻ ബിയുടെ വാല്യൂ 2 കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ അതേപോലെ -6/2. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് എയുടെയും ബിയുടെയും വാല്യൂ 0 അല്ലാത്ത ഒരുപാട് എ ബി വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ഇങ്ങനെ എഴുതുന്ന സമയത്ത് എല്ലായ്പ്പോഴും എയും ബിയും 0 ആവണം നിർബന്ധമില്ല. അതായത് ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ കോഎഫിഷ്യൻസ് നീഡ് നോട്ട് ബി 0, വിച്ച് മീൻസ് ഈ രണ്ട് എലമെന്റ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. ഇൻ R3 എന്ന് പറയാൻ കാരണം ഇത് ട്രിപ്ലറ്റിന്റെ കളക്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, 3 കോർഡിനേറ്റ്സ് അല്ലേ ഉള്ളത്, അതുകൊണ്ട്. ഇനി ഇവിടെ എന്താ പറയുന്നത്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഈ ഒരു 4 എലമെന്റ്സ് ഉള്ള സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ്, R3 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യുക, ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു, a ഇൻറ്റു സംതിങ്, എയോ α1 ഇഷ്ടമുള്ള കോഎഫിഷ്യന്റ് എടുക്കാം, a ഇൻറ്റു ഫസ്റ്റ് ബി ഇൻറ്റു സെക്കൻഡ് സി ഇൻറ്റു തേർഡ് ആൻഡ് ഡി പ്ലസ് ഡി ഇൻറ്റു ഈക്വൽ ടു 0 0 0. ട്രിപ്ലറ്റ് അല്ലേ, എല്ലാം ട്രിപ്ലറ്റ് ആയതുകൊണ്ട് റൈറ്റ് സൈഡും 0 0 0 ആയിരിക്കും. കണ്ടോ ഇവിടെ എഴുതിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്നിട്ട് 3a പ്ലസ് ബി പ്ലസ് സി -2a പ്ലസ് ബി പ്ലസ് ഡി 5a പ്ലസ് സി പ്ലസ് ഡി ആഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, 0 ഓരോന്നും ഈ കോഎഫിഷ്യന്റ് 0, സെക്കൻഡ് കോഎഫിഷ്യന്റ് സെക്കൻഡ് 0, തേർഡ് 0, അപ്പൊ ഓരോന്നും 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, b -2a c ഈക്വൽ ടു 5 - a, അപ്പോ d ഈക്വൽ ടു 0. അതായത് ഡിഫറെന്റ് നോൺ സീറോ വാല്യൂസിന്, ഓക്കെ, ഡിഫറെന്റ് നോൺ സീറോ വാല്യൂസ് എല്ലായ്പ്പോഴും 0 ആയി പോകുന്നില്ല, 0 ആയിട്ട് കിട്ടുന്നില്ല, 0 അല്ലാത്ത വാല്യൂസ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ട്. നോൺ ട്രിവിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 0 0 ട്രിവിയൽ സൊല്യൂഷൻ വിളിക്കാം. 0 അല്ലാത്ത സൊല്യൂഷൻസ് ഉണ്ട് അതിന്, അതായത് അത് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനൊന്നല്ല, ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാനാണ് ചോദ്യം. അപ്പൊ ഇൻഡിപെൻഡന്റ് അല്ല, അത് ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അടുത്ത പ്രോബ്ലം, ചെക്ക് വെദർ എസ് ഈക്വൽ ടു ഈ ഒരു സെറ്റ് 3 എലമെന്റ്സ് ഉള്ള ഒരു 4 ടുപ്പിളിന്റെ സെറ്റ് R4 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാനാ ചോദിക്കും. ആണെന്ന് പ്രൂവ് ചെയ്യാനൊന്നല്ല, ചെക്ക് ചെയ്യാനാ ചോദിക്കും. അപ്പൊ നമ്മൾ ഇതേപോലെ 2 കോഎഫിഷ്യന്റ് എടുത്തു, ഇഷ്ടമുള്ള കോഎഫിഷ്യന്റ് എടുക്കട്ടെ, എ ബി സി എന്നോ ഇഷ്ടമുള്ള α1 α2 ഇവിടെ ആൽഫ ബീറ്റ ഗാമ എന്ന് എടുത്തിരുന്നു, അതൊന്നും ഒരു കുഴപ്പമില്ല. കോഎഫിഷ്യന്റ് ക്യാൻ ബി ചൂസൺ ടു അവർ അക്കോർഡൻസ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ആൽഫ ബീറ്റ ഗാമ എന്ന് എടുത്തിരിക്കുന്നത്. സോ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഫസ്റ്റ് ഇൻറ്റു ആൽഫ ഇൻറ്റു ഫസ്റ്റ് എലമെന്റ്, ബീറ്റ ഇൻറ്റു സെക്കൻഡ് എലമെന്റ് പ്ലസ് ഗാമ ഇൻറ്റു തേർഡ് എലമെന്റ് ചെയ്യുക. എന്നിട്ട് ടേം ബൈ ടേം മൾട്ടിപ്ലൈ ഈ ആൽഫിന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അടുത്ത എലമെന്റ് ഇട്ട് ആഡ് ചെയ്യുക. അപ്പൊ 6 ആൽഫ 0 ബീറ്റ പ്ലസ് 0 ഗാമ, അപ്പൊ 6 ആൽഫ മാത്രം. അടുത്തത് 2 ആൽഫ 5 ബീറ്റ
പ്ലസ് 0 ഗാമ, അപ്പൊ 5 ബീറ്റ പ്ലസ് 2 ആൽഫ മാത്രം. അങ്ങനെ എല്ലാം എഴുതിയിട്ട് 0 0 0നോട് 4 ടപ്പിളോട് ഇക്വേറ്റ് ചെയ്യുക. ഓരോ എലമെന്റ് 0. അപ്പൊ 6 ആൽഫ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ 0. ആൽഫ 0 ഇവിടെ കൊടുത്ത ബീറ്റ 0. ആൽഫയും ബീറ്റയും 0 ഇവിടെ കൊടുത്ത ഗാമ 0. ആൽഫ ബീറ്റ ഗാമ 0 ആയിട്ട് കിട്ടി. കണ്ടോ, കണ്ടീഷൻ ഒന്നും അപ്ലൈ ചെയ്യണ്ട, എല്ലാ കേസിലും ആൽഫ ബീറ്റ ഗാമ 0. കാരണം ഫസ്റ്റ് കേസിൽ 6 ആൽഫ 0 ആണ്. 6 ആൽഫ 0 ആണെങ്കിൽ ആൽഫ 0. ആ ആൽഫ 0 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പൊ 5 ബീറ്റ 0. 5 ബീറ്റ 0 ആണെങ്കിൽ ബീറ്റ 0. ആ 5 ബീറ്റ 0 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പൊ എന്താവും 7 ഗാമ 0. 7 ഗാമ 0 ആണെങ്കിൽ ഗാമ 0. അപ്പൊ ആൽഫയും ബീറ്റയും ഗാമയും 0 ആയി, വിച്ച് മീൻസ് നമ്മൾ എടുത്ത കോഎഫിഷ്യന്റ് ആ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തപ്പോൾ 0നോട് ഇക്വേറ്റ് ചെയ്തപ്പോൾ കോഎഫിഷ്യന്റ് എല്ലാം 0 ആയിട്ട് പോയി, വിച്ച് മീൻസ് ദീസ് 3 elements are